ഹലോ എവരിവൺ, കേരള PSC ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങളുമായാണ് നമ്മുടെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് വയർ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ? ഇവിടെ 4 ഓപ്ഷൻ തന്നതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏതിനാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. SWGയിലാണ് തന്നിരിക്കുന്നത് അല്ലേ? SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ഇവിടെ എന്ത് അളന്നത്? അതിന്റെ ക്രോസ് സെക്ഷനിൽ അളന്നത് അല്ലെങ്കിൽ ഡയാമീറ്റർ അളന്നത്. വയർ ഗേജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് സാധാരണയായിട്ട് വയേഴ്സിന്റെയോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽസിന്റെയോ തിക്നെസ്, കനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഈ കാണുന്നതാണ് വയർ ഗേജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. ഈ വയർ ഗേജിൽ 0 തൊട്ട് 36 വരെ ഗേജ് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സൈസുള്ള വയർ നമ്മൾ അളക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അളക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വയറിന്റെ ഡയാമീറ്റർ ആണ്. അപ്പോൾ ഡയാമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യും? കൂടും അല്ലേ? ഏരിയ കൂടും. ഡയാമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. ഇപ്പോൾ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഗേജിൽ ഏറ്റവും ചെറിയ നമ്പറാണ്. 36 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പറും അതേപോലെ 0 SWG എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പറുമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ സാധിക്കും. 0 മുതൽ 34 വരെ ഈ ടേബിളിൽ ഗേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 0 ഗേജ് നമ്പറിലുള്ള വയറിന്റെ MM-ലുള്ള സൈസ്, മില്ലിമീറ്ററിലുള്ള സൈസ് അതിന്റെ തൊട്ടപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 0 എന്ന് പറഞ്ഞാൽ 8.25 mm² ആണ്, അല്ലെങ്കിൽ MM-ന്റെ വയറാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കൂ, 34 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ MM-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.16 ആണ് അതിൻ്റെ MM വരുന്നത്. 0.16 ആണ് MM വരുന്നത്. അപ്പോൾ നമ്മളിത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 0 എന്ന് പറഞ്ഞാൽ 8.25 അല്ലേ MM, 34 എന്ന് പറഞ്ഞാൽ 0.16 mm. അപ്പോൾ 0 ആണ് ഇവിടെ എന്ത് ഏറ്റവും വലിയ ക്രോസ് സെക്ഷൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ 0നോട് ചേർന്ന വാല്യൂസ് ആയിരിക്കും എപ്പോഴും എന്താണ് ക്രോസ് സെക്ഷൻ കൂടുതൽ. അത് 34, 36, 35 എന്നൊക്കെ പറഞ്ഞാൽ വളരെ നാരോ സൈസിലുള്ള വയേഴ്സ് ആയിരിക്കും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 8, 35, 20, 14 ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏറ്റവും വലിയ ക്രോസ് സെക്ഷൻ ഏതായിരിക്കും? 8 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 8 SWG എന്നാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യവുമായി അടുത്ത സെഗ്മെന്റിൽ കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്.